നിങ്ങളിപ്പോ കണ്ടത് ഏതെങ്കിലും നാഷണൽ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു ബോളിവുഡ് ആക്ട്രസോ ഒക്കെ വന്നിട്ട് കേരളം സന്ദർശിക്കുന്നതിന്റെ പ്രൊമോഷൻ റീലോ വീഡിയോയോ ഒന്നുമില്ല. മറിച്ച് വയനാട്ടിലെ ആളുകൾ വയനാടിന്റെ ക്ഷേമത്തിനായി എലക്ട് ചെയ്ത് കേന്ദ്രത്തിലേക്ക് അയച്ച ഒരു MP, ആ MP യുടെ വെറും സാധാരണമായി കാണേണ്ട ഒരു സന്ദർശനത്തെയാണ് നിങ്ങളിപ്പോ ഈ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇവിടെ കണ്ടത്. MP ആണ്, വെറും MP, അത്രയേ ഉള്ളൂ. ഈ വെറും MP തോളിൽ കൈവച്ച് നടക്കുന്ന ആ വ്യക്തി ആരാണെന്ന് അറിയാമോ? ആ വ്യക്തിയുടെ പേര് ചെറുവയൽ രാമൻ. ഇപ്പൊ ഈ MP വന്നപ്പോഴായിരിക്കും നിങ്ങളൊക്കെയും ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടാവുക. ഒരുപാട് വായനയും ന്യൂസൊക്കെ കാണുന്ന ആൾക്കാർ നന്നായി കേട്ടിട്ടുണ്ടാവും. ചെറുവയൽ രാമൻ എന്ന വ്യക്തി 2025 കൃഷി തുടങ്ങി ഇതുപോലൊരു കൃഷിസ്ഥലം ഉണ്ടാക്കിയ വ്യക്തിയല്ല. ഈ MP യുടെ ഒക്കെ പൂർവികര് ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ കണ്ടിരുന്നോ, അംഗീകരിച്ചിരുന്നോ, എന്തെങ്കിലും രീതിയിൽ ആദരിച്ചിരുന്നോ എന്നതിനെ പറ്റിയാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ആരാണ് ചെറുവയൽ രാമൻ എന്ന കർഷകനെ കണ്ടെത്തി രാജ്യത്തിന്റെ പേരിൽ ഒരു ആദരവ് സമർപ്പിച്ചത്? ആരാണ് ഇപ്പോൾ പോപ്പുലർ റീൽ എടുത്ത് ഇങ്ങനെയൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം ഒരുക്കി കൊടുത്തത്? നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് എപ്പോഴും കേരളത്തിലുള്ള ഒരു ഭൂരിപക്ഷം ജനങ്ങൾക്ക് അപ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരൊന്നും ജനങ്ങൾ അറിയരുത്, അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ വരും എന്നൊക്കെ ഭയക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് കൂടുതലും ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് നിർത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഞാനിടുന്ന വീഡിയോസ് എല്ലാം കൂട്ടമായിട്ട് റിപ്പോർട്ട് അടിച്ച് റീച്ച് ഇല്ലാതെ മോണിറ്റൈസേഷൻ, അതായത് യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അവർ തരുന്ന വരുമാനം ഡോളറിൽ കിട്ടുന്നത് അതില്ലാണ്ടാക്കാനുള്ള മാക്സിമം പണി പണിത് മാസങ്ങളോളം നമ്മൾ ഒന്നും ഇല്ലാത്ത ഒരു ഡ്രെയിൻഡ് അവസ്ഥയിലാണ് നിന്നത്. അത് നമ്മുടെ പ്രൊഡക്ഷനെ ബാധിച്ചു. നമ്മൾ വീഡിയോസ് കൂടുതൽ പറയാൻ പറ്റാതെയായി, നമുക്ക് ഓരോരോ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റാതെയായി. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രേക്ഷകരോട് നിങ്ങൾ എന്നെ പറ്റുമെങ്കിൽ സാമ്പത്തികമായി പിന്തുണയ്ക്കൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, ഇത് തുടർന്ന് പോകണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്നാവശ്യപ്പെട്ടത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ എന്നെ പ്രേക്ഷകരെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കുന്നുണ്ട്. ആ സഹായം ദയവ് ചെയ്ത് തുടരുക. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സെറ്റ് ആവും. കുറച്ചുകൂടി കൂടിയ അളവിൽ ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സമൂഹത്തിനോട് സംസാരിക്കാനും സാധിക്കും. അപ്പോൾ സപ്പോർട്ട് തുടരുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചെറുവയൽ രാമൻ എന്ന വ്യക്തിയെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ വിക്കിപീഡിയയിൽ ചുമ്മാ ചെറുവയൽ രാമൻ, ഇംഗ്ലീഷ് മനസ്സിലാത്ത ആൾക്കാർ മലയാളത്തിൽ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോ ഗൂഗിളിലെ എല്ലാ ലാംഗ്വേജിലും ലഭ്യമാണ്. മലയാളത്തിൽ വിക്കിപീഡിയ ട്രാൻസ്ലേറ്റ് ചെയ്തു തരും ആരാണ് ഈ ചെറുവയൽ രാമൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ ചെറുതായിട്ടൊന്ന് എടുത്ത് നോക്കിയാലോ. വയനാട് മാനന്തവാടി കമ്മനയിലെ ആദിവാസി കർഷകനാണ് തലക്കര ചെറിയ രാമൻ എന്ന ചെറുവയൽ രാമൻ. 2011 ഹൈദരാബാദിൽ വെച്ച് നടന്ന ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള 11 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ കേരളത്തിലെ കർഷകരെ പ്രതിനിധീകരിച്ചത് ഇദ്ദേഹമാണ്. 2023 റിപ്പബ്ലിക് ദിനത്തിൽ ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. അതെ, പത്മശ്രീ ചെറുവയൽ രാമൻ. BJP സർക്കാരാണ് പത്മശ്രീ നൽകി ആദരിച്ചത്. 2011 ആദ്യമായി ഇദ്ദേഹത്തിന് ഹൈദരാബാദിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സജസ്റ്റ് ചെയ്ത് അയക്കുന്നത്. അപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു വ്യക്തിനെ കണ്ടിട്ടില്ല. 2016 ആദ്യമായി ഇദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു അവാർഡ് കിട്ടുന്നത്. സസ്യജനസുകളുടെയും കർഷകരുടെ അവകാശങ്ങളുടെയും സംരക്ഷണ അതോറിറ്റി ഏർപ്പെടുത്തിയ 2016 ജനിതക സംരക്ഷണ പുരസ്കാരം കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി രാധാമോഹൻ സിംഗിൽ നിന്നും ഏറ്റുവാങ്ങി. ഇതാണ് അദ്ദേഹത്തിന് കേന്ദ്രപരമായി ലഭിക്കുന്ന ആദ്യത്തെ അംഗീകാരം. 2016 ആരാണ് കേന്ദ്രം ഭരിക്കുന്നത്? BJP. അതേ BJP. ഇദ്ദേഹം ആദിവാസി സമൂഹത്തിൽപ്പെട്ട കുറിച്യ സമുദായത്തിലുള്ള ഒരു വ്യക്തിയാണ്. നെല്ലിനങ്ങളുടെ ജീൻ ബാങ്കർ എന്നാണ് വേൾഡ് വൈഡ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഏകദേശം 45 ഇനം വിത്തുകളാണ് ഇദ്ദേഹം സംരക്ഷിച്ചിരിക്കുന്നത്. സംരക്ഷിച്ചിരിക്കുന്ന പറയുമ്പോൾ അതിലെന്താ വിത്തെടുത്ത് സൂക്ഷിച്ചു വെക്കുക? അങ്ങനെയല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് അന്യം നിന്ന് പോയിട്ടുള്ള സംഗതികൾ. അങ്ങനെ പോകാതെ അത് വീണ്ടും ബ്രീഡ് ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു മഹാനായ ഒരു കർഷകനാണ് സത്യത്തിൽ നമ്മുടെ ചെറുവയൽ രാമൻ എന്ന വ്യക്തി. അദ്ദേഹത്തിന് ശരിക്കും പത്മശ്രീ നൽകി ആദരിക്കേണ്ടേ? പീപ്പിൾസ് പത്മ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ജനങ്ങളുടെ പത്മ അവാർഡ്. എന്ന് മുതലാണ് കേന്ദ്രത്തിന്റെ പത്മ അവാർഡ് പീപ്പിൾസ് പത്മ ആയതെന്ന് നിങ്ങൾക്കറിയാമോ? അത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതിന് മുൻപ് വരെ ഓരോരുത്തർക്കും ഇവിടെ പത്മ അവാർഡ് കിട്ടുമായിരുന്നു. അത് പത്മശ്രീ ആയിക്കോട്ടെ, പത്മഭൂഷൺ ആയിക്കോട്ടെ, പത്മവിഭൂഷൺ ആയിക്കോട്ടെ, ആർക്കൊക്കെ ആയിരുന്നു? നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ചെറുവയൽ രാമൻ അവാർഡ് വാങ്ങുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോളൂ. ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ ആയിരക്കണക്കിന് വീഡിയോസ് പീപ്പിൾസ് പത്മ എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം
അർഹതയുള്ളവരാണോ അല്ലയോ എന്നുള്ളത്. ഇത് തന്നെ 2016 മുമ്പുള്ള പത്മ അവാർഡ്സിന്റെ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കുക. ആ വ്യക്തികളെയും കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് മണി പവർ കൊണ്ടുണ്ടായ അവാർഡ് മാത്രമാണെന്ന്. 2016 കേന്ദ്ര സർക്കാർ കണ്ടെത്തി ആദരിക്കുന്നതുവരെ ചെറുവയൽ രാമൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് യാതൊരു രീതിയിലുള്ള അറിവില്ലാത്ത കോൺഗ്രസ് ഇന്ന് അയാളെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. എത്ര മ്ലേച്ഛകരമാണിത്. വയനാട്ടിലെ വോട്ടർമാരോട് ഞാൻ അന്നും ഇന്നും പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ കാര്യമാണ്, ഒരു MP എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ആണ്ടിലും കൊല്ലത്തിലും വന്ന് മണ്ഡല പര്യടനം എന്ന പേരിൽ ഇതുപോലെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി അത് അഡ്വർടൈസ് ചെയ്ത് അതിങ്ങനെ വീഡിയോ എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ അടുത്ത സീറ്റ് ഉറപ്പാക്കുക എന്നൊരു രീതിയിലാണോ ഒരു MP പ്രവർത്തിക്കേണ്ടത്? വയനാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു. ഒന്ന്, അവിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ. അതിൽ എത്ര ആളുകൾ ഇപ്പോഴും വീട് കിട്ടാതെ വാടകയ്ക്ക് കിടക്കുന്നവര്, സ്വത്തുവകകൾ നശിച്ചുപോയവര്, പ്രിയപ്പെട്ടവരില്ലാതായി പോയവർ, എത്ര ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ആ സംഭവം നടന്നപ്പോൾ MP എങ്ങനെയാണ് വന്നത്? MP മറ്റേതൊരു കേന്ദ്രമന്ത്രിമാരും വന്ന് കാണുന്നത് പോലെ സ്റ്റാർ പരിവേഷത്തില് കുറെ കോൺവേ ഒക്കെ ആയിട്ട് വന്നിട്ടാണ് അതൊന്നും നോക്കിയിട്ട് പോയത്. അങ്ങനെയാണോ ഒരു MP ചെയ്യേണ്ടത്? അതുപോലെ തന്നെ എത്ര വന്യമൃഗങ്ങളുടെ വിഷയങ്ങൾ അവിടെ ഉണ്ടായി, എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ MP എവിടെയായിരുന്നു? അതാ ഇപ്പൊ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഒരു ഉളുപ്പില്ലാതെ ആന ചവിട്ടിക്കുന്ന ഒരു മനുഷ്യന്റെ സഹോദരന്റെ കൈപിടിച്ച് മലയെ കൂടി നടക്കുന്നു പോലും. അതിനാണല്ലോ വയനാട്ടുകാർക്ക് MP വേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഒരു MP എന്തിനാണ്, ഒരു MLA എന്തിനാണ്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ സ്റ്റാർ പരിവേഷം നോക്കി അഡ്വർടൈസ് ചെയ്യാൻ വരുന്ന, മുതലെടുക്കാൻ വരുന്ന ഈ രാജകുടുംബത്തിലെ ആളുകളെ നോക്കി നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും അടിമകളെ പോലെ മാറി നിൽക്കുന്നത്? എന്തിനാണ് ഇവർക്ക് വോട്ട് കൊടുത്ത് നിങ്ങളുടെ അവകാശങ്ങൾ ഒരു രീതിയിലും സംരക്ഷിക്കപ്പെടാത്ത രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നു പോകുന്നത്? ഞാൻ ചോദിക്കുന്നത് അത് മാത്രമാണ്. ഒരു MP എന്ന് പറയുന്നത് ഒരു നടനെ പോലെ പെരുമാറേണ്ട ആളല്ല. നടൻ വരെ MP ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു, എത്ര ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നു? ഇവരെ കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇവർ ഈ നടന്ന് എല്ലായിടത്തും പോയിട്ട് ഓരോരോ റെസ്റ്റോറന്റിൽ കയറുക, അല്ലെങ്കിൽ തട്ടുകടകളിൽ കയറുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, അത് ഷൂട്ട് ചെയ്യുക. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ചേട്ടനും അനിയത്തിനും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്, നല്ല ട്രാവൽ വ്ളോഗ് ചെയ്യുക. അതേ പറ്റുള്ളൂ. അല്ലാതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയാ, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഈ മനുഷ്യനെ പരിഗണിച്ചിട്ടുണ്ടോ? അയാളുടെ കൂടെ നടന്ന് ഇപ്പോൾ അഡ്വർടൈസ് ചെയ്യാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളല്ലേ പറയാറുള്ളത് BJPക്ക് ഭയങ്കര വർഗീയതയാണ്, BJPക്ക് ഭയങ്കര കാസ്റ്റിസമാണ്, കാസ്റ്റിൽ താഴ്ന്ന വ്യക്തികളെ BJP അടുപ്പിക്കാറില്ല, നമ്പൂതിരിമാരെയും നായന്മാരെയും ഒക്കെയാണ് BJP പൊക്കിക്കൊണ്ട് നടക്കുന്നത്, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയുത്തവും ഒക്കെ BJP കൊണ്ടെന്ന് പറയുന്ന നിങ്ങൾ കാണാതെ പോകുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഞങ്ങൾ ജനങ്ങൾ കാണുന്നതടക്കമുള്ളത്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തി ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ദ്രൗപദി മുർമു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഓരോ വീഡിയോസും കാണുമ്പോൾ എന്ത് ആദരവാണ് നമുക്ക് തോന്നുന്നത്. അത് അവരുടെ ക്യാരക്ടർ, അവരുണ്ടാക്കിയെടുത്ത ഒരു നില, അതിനെ BJP ബഹുമാനിച്ചുകൊണ്ടാണ് അവർക്ക് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. BJP ആണ് അവർ അധികാരത്തിലേറ്റിയത് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാം മനസ്സിലാക്കണം, BJPക്ക് കാസ്റ്റിസം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഇവർക്ക് എതിരെ വോട്ട് ചെയ്തവരാണ്. അപ്പൊ ആർക്കാണ് കാസ്റ്റിസം ഉള്ളത്? ചെറുവയൽ രാമൻ എന്ന വ്യക്തിയും അതേ ആദിവാസി സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് പത്മ അവാർഡ് അർഹതപ്പെട്ട ആ കരങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞത് BJPക്ക് മാത്രമാണ്. ഇന്നേ വരെയും പീപ്പിൾസ് പത്മ ഇതുപോലുള്ള ഓരോരോ വ്യക്തികളെയും കണ്ടുപിടിച്ചാണ് രാജ്യത്തിന് മുന്നിൽ കാണിച്ചിരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവരെയൊക്കെയാണ് നമ്മൾ ജനങ്ങൾ കാണേണ്ടത്. എത്ര കലാകാരന്മാർ, എത്ര മഹാന്മാരായിട്ടുള്ള മനുഷ്യർ. സത്യത്തിൽ അവരെയല്ലേ പത്മ അവാർഡുകൾ കൊടുത്ത് രാജ്യം ആദരിക്കേണ്ടത്? അതല്ലേ കൃത്യമായി അവർ ചെയ്തത്? അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് നൽകുന്നത്? ആരാണ് അതെല്ലാം അഡ്വർടൈസ്മെന്റ് ചെയ്ത്? അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യാം. ചെറുവയൽ രാമനെ വെച്ച് മോദിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നൊരു ഷോ ചെയ്യാം. അതിന്റെ ആവശ്യം അവർക്കില്ല. ഇപ്പൊ സംസാരിക്കുന്നത് 11 വർഷം ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ടുകളാണ് നിങ്ങളോട്. കേരളത്തിലുള്ള ജനങ്ങളെ എല്ലാം ഒളിച്ചു വെക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പാർട്ടിക്കാരും ഒക്കെ ഒറ്റക്കെട്ടാണ്. സത്യം അറിയണമെങ്കിൽ നിങ്ങൾ അതിന് ശ്രമിക്കണം, അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. സത്യം മനസ്സിലാക്കിക്കോളൂ. ഈ ഫോട്ടോഷൂട്ട് ഉണ്ടാക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞു. ചെറുവയൽ രാമൻ എന്ന വ്യക്തിയെ വെച്ച് ഇപ്പൊ ഒരു റീൽ ഉണ്ടാക്കി ഇങ്ങനെ കയ്യടി മേടിക്കാൻ പറ്റുന്നത് ആ വ്യക്തിയെ കേന്ദ്ര സർക്കാർ, BJP സർക്കാർ കണ്ടെത്തി അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു വ്യക്തികളെയും നിങ്ങൾ അധികാരത്തിലിരുന്ന സമയത്ത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ എന്താക്കുന്ന പറയുന്നത്? തിരിച്ച് 1 കോടി രൂപ കൊടുത്താൽ ഉള്ള പ്രാഞ്ചേട്ടന്മാർക്കൊക്കെ പത്മ അവാർഡ് വാരി കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് മാറണം എന്നാണോ? അങ്ങനെ വരാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അത്രേ പറയാനുള്ളൂ. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തും കൂടി മറ്റാളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ പോയ റീച്ച് തിരികെ വന്നാലും നമ്മുടെ മോണിറ്റൈസേഷൻ തിരികെ കിട്ടും. അത് മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമാണ് ആരാണ് അർഹതപ്പെട്ടവർ, ആരാണ് അർഹതയില്ലാത്തവർ, ആരാണ് വേഷം കിട്ടുന്നത്, ആരാണ് നുണ പറയുന്നത്, ആരാണ് സത്യത്തോടൊപ്പം നിൽക്കുന്നത്, ആരാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഷെയർ ചെയ്യുക, എല്ലാവരും കാണുന്ന രീതിയിൽ കമന്റ് ചെയ്യുക, തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.